الحمد لله نعبده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم اقرأ باسم ربك الذي خلق خلق الإنسان من علق اقرأ وربك الأكرم الذي علم بالقلم علم الإنسان ما لم يعلم ബഹുമാന്യരായ സഹോദരന്മാരെ സഹോദരികളെ, സർവശക്തനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ, അവൻ്റെ നിർദ്ദേശങ്ങളും കൽപ്പനകളും ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് തഖ്വയോടുകൂടി ജീവിക്കണമെന്ന് എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും ഞാൻ ആദ്യമായി ഉത്ബോധിപ്പിക്കുകയാണ്. അറിവിന് ഇസ്ലാം നൽകിയിട്ടുള്ള പ്രാധാന്യം, വിജ്ഞാനത്തിന് ഇസ്ലാം കൽപ്പിച്ചിട്ടുള്ള വില, അത് വളരെ പ്രസിദ്ധമാണ്. അറിവുള്ളവരാണ് അറിവില്ലാത്തവരെക്കാൾ മെച്ചപ്പെട്ടവർ എന്ന് ഖുർആൻ തന്നെ പ്രഖ്യാപിക്കുന്നുണ്ട്. ഹൽ യസ്തവില്ലദീന യഅലമൂൻ വല്ലദീന ലാ യഅലമൂൻ. അറിവുള്ള ആളുകളും അറിവില്ലാത്ത ആളുകളും സമന്മാരാണോ എന്ന് വിശുദ്ധ ഖുർആൻ ചോദിക്കുന്നു. ഒരിക്കലും സമന്മാരല്ല. അതുകൊണ്ട് അറിവ് സമ്പാദനത്തിൻ്റെ വിഷയത്തിൽ ഇസ്ലാം നൽകിയിട്ടുള്ള പ്രോത്സാഹനം, അതിലേറ്റവും പ്രധാനപ്പെട്ട അറിവ് എന്ന് പറയുന്നത് ഇസ്ലാമിനെ കുറിച്ചുള്ള അറിവാണ്, മതപരമായ അറിവാണ്. എന്നാൽ അത് മാത്രമല്ല ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളത്. ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളുമായി ബന്ധപ്പെട്ട് മനുഷ്യ ജീവിതത്തിൻ്റെ പുരോഗതി ഉറപ്പുവരുത്തുന്ന എല്ലാ ഫന്നുകളും അത് ആർജിക്കാനും, അതുപോലെ തന്നെ അത് സ്വയം പര്യാപ്തത നേടിക്കൊണ്ട് അത് മുഖേന സമുദായത്തിന് കെട്ടുറപ്പും ഭദ്രതയും പുരോഗതിയും ഉറപ്പും ഉണ്ടാവാനുള്ള ധാരാളം നിർദ്ദേശങ്ങൾ ഇസ്ലാമിലുണ്ട്. മറ്റ് വിജ്ഞാന ശാഖകളേക്കാൾ പ്രധാനമായും പ്രാധാന്യം കൊടുക്കേണ്ടത് ഇൽമിയായ, മതപരമായ, ശർഈയായ വിജ്ഞാനത്തിനാണ്. എന്നാൽ ഏതെങ്കിലും ഒരാൾക്ക് ശർഈയായ വിജ്ഞാനവുമുണ്ട്, ഭൗതികമായ വിജ്ഞാനവുമുണ്ടെങ്കിൽ അത് ഇരട്ട ഗുണമാണ് സമുദായത്തിന് ചെയ്യുക. ഒന്ന്, ആ ഭൗതിക വിദ്യാഭ്യാസം നേടിയിട്ടുള്ള ഒരുപാട് ആളുകൾ നമ്മുടെ ചുറ്റുപാടുമുണ്ട്. അവർക്ക് മതപരമായി പരിജ്ഞാനമില്ലാത്തതിൻ്റെ പേരിൽ പല വിധത്തിലുള്ള തെറ്റുകളിലും അവർ ചെന്ന് ചാടുന്നു. ചിലർ കൈക്കൂലി വാങ്ങുന്നു, ചിലർ പരീക്ഷയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നു, ചില ആളുകൾ തൻ്റെ യോഗ്യതയും സ്ഥാനവും കൊണ്ട് മറ്റുള്ളവർക്ക് ദുൽമ ചെയ്യുന്നു. അങ്ങനെ ഞാൻ ചെയ്യുന്ന പ്രവൃത്തികളിൽ ഞാൻ ഉത്തരം പറയേണ്ടവനാണ്, ഞാൻ ആരോടെങ്കിലും ഇതിനു വേണ്ടി മറുപടി പറയേണ്ടവനാണ്, അഥവാ എൻ്റെ ഓരോ അനക്കങ്ങളും അടക്കങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല കാണുന്നുണ്ട്, അതെല്ലാം രേഖപ്പെടുത്തപ്പെടുന്നുണ്ട് എന്ന ഒരു ബോധ്യമുള്ള ഒരു ഉദ്യോഗസ്ഥൻ, അവന് ഭൗതികമായ അറിവുമുണ്ട്, മതപരമായ അറിവുമുണ്ടെങ്കിൽ സമുദായത്തിന് അത് വലിയ ഗുണമാണ് ചെയ്യുക. അതുകൊണ്ട് തന്നെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആദ്യമായി അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആന്റെ വചനങ്ങൾ, അത് മുഖേനയാണ് നബിക്ക് വഹീന്റെ ആരംഭം കുറിക്കുന്നത്. പക്ഷെ അവിടെ തന്നെ
വിജ്ഞാനത്തിൻ്റെ പ്രാധാന്യം എടുത്തു പറഞ്ഞുകൊണ്ടാണ് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ നീ വായിക്കുക. ഖലഖൽ ഇൻസാന മിൻ അലഖ്, ഗർഭപാത്രത്തിൻ്റെ ഭിത്തിയിൽ തൂങ്ങിക്കിടക്കുന്ന ആ ഭ്രൂണം, അതിൽ നിന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരെ സൃഷ്ടിച്ചിട്ടുള്ളത്. ഇഖ്റ വ റബ്ബുക്കൽ അക്രം, അത്യുദാരനായ ധാരാളക്കണക്കിന് നിനക്ക് ഔദാര്യങ്ങൾ ചെയ്ത, സഹായങ്ങൾ ചെയ്ത റബ്ബിൻ്റെ നാമത്തിൽ നീ വായിക്കണം. അല്ലദീ അല്ലമ ബിൽ ഖലം, അവനാണ് പേന പിടിപ്പിക്കാൻ പഠിപ്പിച്ചത്, പേന കൊണ്ട് എഴുതാൻ പഠിപ്പിച്ചിട്ടുള്ള റബ്ബ്. അല്ലമൽ ഇൻസാന മാ ലം യഅലം, മനുഷ്യന് അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ മനുഷ്യൻ്റെ ജീവിത പുരോഗതികൾക്കനുസരിച്ച്, അവൻ്റെ സാഹചര്യങ്ങളിൽ ഉണ്ടാകുന്ന പുരോഗതികൾക്കനുസരിച്ച് പുതിയ പുതിയ വിജ്ഞാന ശാഖകൾ. ഇന്നിപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലമാണ്. അതായത് പലപ്പോഴും മനുഷ്യനെ തന്നെ ആവശ്യമില്ലാത്ത വിധത്തിൽ ഉപകരണങ്ങൾ കൊണ്ടും അതുപോലെ തന്നെ കൃത്രിമമായ ബുദ്ധി കൊണ്ടുമൊക്കെ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സഹോദരന്മാരെ, അതൊക്കെ മനുഷ്യനെ അറിഞ്ഞുകൂടാത്തത് അള്ളാഹു അവനെ പഠിപ്പിച്ചു. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വെറുതെ ഉണ്ടാകുന്നതല്ല, മനുഷ്യൻ ഇടപെട്ടിട്ടാണ്, മനുഷ്യൻ തന്നെ സംവിധാനിച്ച, മനുഷ്യൻ തന്നെ ഒരുക്കി വെച്ച കാര്യങ്ങളാണ് അത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആനിൽ വീണ്ടും അള്ളാഹു ചോദിക്കുന്നു, നൂൻ വൽ ഖലമി വമാ യസ്റുൻ. നൂൻ വൽ ഖലം, പേന തന്നെയാണ് സത്യം. വമാ യസ്റുൻ, ആ പേന കൊണ്ട് അവർ എഴുതുന്ന കാര്യങ്ങൾ. നിങ്ങൾക്കറിയാം, ധാരാളക്കണക്കിന് ഗ്രന്ഥശാലകൾ ലോകത്തിൻ്റെ പല ഭാഗത്തുമുണ്ട്. പ്രശസ്തനീയമായ ഗ്രന്ഥശാലകൾ, ധാരാളക്കണക്കിന് വലിയ വലിയ ഗ്രന്ഥങ്ങൾ അടുക്കി വെച്ചിട്ടുള്ള വിജ്ഞാനത്തിൻ്റെ ശേഖരങ്ങൾ. അത് ആദ്യകാല ഇസ്ലാമിൻ്റെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇന്നോളം അത് പ്രശംസനീയമായ പല ഗ്രന്ഥശേഖരങ്ങളും. അതൊക്കെ ഈ അച്ചടിച്ച് കടലാസുകളിലാകുന്നതിന് മുമ്പ് കടലാസുകളിൽ പേന കൊണ്ട് എഴുതി, അതിൻ്റെ മുസ്വദ്ദ, അതിനെ ഡ്രാഫ്റ്റ് തയ്യാറാക്കി, അതിൻ്റെ തെറ്റുകുറ്റങ്ങൾ പരിശോധിച്ച് എല്ലാ നിലക്കുമുള്ള പരിശോധനകൾക്ക് ശേഷമാണ് അവ ഗ്രന്ഥങ്ങളായി പുറത്തു വരുന്നത്. അപ്പോൾ പേന കൊണ്ട് എഴുതി വെച്ച ഗ്രന്ഥങ്ങൾ അനേകം, അസംഖ്യം. അതുകൊണ്ട് തന്നെ വിജ്ഞാനത്തിൻ്റെ കാര്യത്തിൽ പേനകൾക്കുള്ള സ്ഥാനം അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം എടുത്തു പറഞ്ഞിരിക്കുകയാണ്. അതുപോലെ തന്നെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ, കുൽ, അവരോട് ചോദിക്കുക, ഹൽ യസ്തവില്ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂന ഇന്നമാ യതദക്കറു ഉലുൽ അൽബാബ്. സൂറത്ത് സുമറിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നു, അറിവുള്ള ആളുകളും അറിവില്ലാത്ത ആളുകളും സമമാണോ? ഒരിക്കലുമല്ല. ഇന്നമാ യതദക്കറു ഉലുൽ അൽബാബ്, ബുദ്ധിയുള്ള ആളുകളാണ് കാര്യങ്ങളെക്കുറിച്ച് ചിന്ത കൊടുത്തുകൊണ്ട് ആലോചിക്കുക. യതദക്കർ ഉലുൽ അൽബാബ്, ലുബ്ബുള്ള ആളുകൾ, അഖലുള്ള ആളുകൾ, ബുദ്ധിയുള്ള ആളുകൾ, ചിന്തിക്കാൻ പ്രാപ്തിയുള്ള ആളുകളാണ് കാര്യങ്ങൾ ഗ്രഹിക്കുക. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഹദീസ് ഇപ്രകാരമാണ്: മനുഷ്യന്റെ വിജ്ഞാനം, അവൻ അത് പഠിക്കുന്നതും അത് പഠിപ്പിക്കുന്നതും എല്ലാം സൽക്കർമ്മമാണ്, കൂലി കിട്ടുന്ന കാര്യമാണ്. ഇൽമ് തേടുന്ന മനുഷ്യന് എല്ലാവിധത്തിലുള്ള അള്ളാഹുവിൻ്റെ അനുഗ്രഹവും അള്ളാഹു ഉണ്ടാക്കി കൊടുക്കും. അറിവ് സമ്പാദിക്കുന്ന എല്ലാ ആളുകൾക്കും അതിൻ്റെ വഴികൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എളുപ്പമാക്കി കൊടുക്കും. എന്ന് മാത്രമല്ല, ആ അറിവ് അവൻ പഠിക്കുകയും പിന്നെ അവൻ മറ്റുള്ള ആളുകളെ, അത് ക്ലാസ്സുകളിലൂടെ ആണെങ്കിലും ഖുതുബകളിലൂടെ ആണെങ്കിലും പുസ്തകങ്ങളിലൂടെ ആണെങ്കിലും സ്കൂളുകളിലും മറ്റൊരു ക്ലാസ് റൂമുകളിൽ ഇരുന്ന് മനുഷ്യരെ പഠിപ്പിച്ചതാണെങ്കിലും, അങ്ങനെ ഒരുപാട് അറിവ് ജനങ്ങൾക്ക് പകർന്നു കൊടുക്കാൻ നിമിത്തമായ ഒരു മനുഷ്യൻ അയാൾ മരണപ്പെട്ടു പോയാൽ, അന്ന് അയാൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് വിജ്ഞാനത്തിൻ്റെ പ്രചാരണത്തിനും അതിൻ്റെ അധ്യാപനങ്ങൾക്കും വേണ്ടി അയാൾ ചെലവാക്കിയ ആ സമയങ്ങളൊക്കെ പരലോകത്ത് അയാൾക്ക് വലിയ കൂലിയായി മാറും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ഇദാ മാതൽ ഇൻസാൻ ഇൻഖത അമലുഹു. ഒരു മനുഷ്യൻ, മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണ്, ഒരു മനുഷ്യൻ മരിച്ചാൽ അവൻ്റെ അമലുകളൊക്കെ, പിന്നെ അവന് അമല് ചെയ്യാനുള്ള അവസരമില്ല. മരണത്തോടുകൂടി അവൻ്റെ അമലുകളൊക്കെ അവിടെ അവസാനിക്കുന്നു. ഇല്ലാ മിൻ സലാസ്, 3 കാര്യങ്ങൾ അത് അവൻ മരിച്ചാൽ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും. അതിലൊന്ന് സദഖത്തുൻ ജാരിയ, എന്നെന്നും കൂലി കിട്ടണമെന്ന ഉദ്ദേശത്തോടുകൂടി അവൻ ചെയ്തു വെച്ചിട്ടുള്ള ഒരു പൊതു സേവനം. ഒരു പള്ളി എടുക്കൽ, ഒരു മദ്രസ എടുക്കൽ, ഒരു കിണർ കുഴിക്കൽ, ഒരു മരം പിടിപ്പിച്ച് അതിൽ നിന്ന് എല്ലാ ജീവജാലങ്ങളും അതിൽ നിന്ന് ഫലങ്ങളൊക്കെ തിന്നൽ,
ഇങ്ങനെ ഒരുപാട് സമൂഹത്തിന് അവൻ മരിച്ചാലും അവൻ ചെയ്തു വെച്ചിട്ടുള്ള ഒരു പള്ളി അവൻ എടുക്കുന്നു. ആ പള്ളിയിൽ അനേകായിരം ആളുകൾ, അത് 10 കൊല്ലമോ 20 കൊല്ലമോ 30 കൊല്ലമോ 40 കൊല്ലമോ 50 കൊല്ലമോ ഒക്കെയായി പള്ളിയെടുത്ത ആൾ മരിച്ചു പോയിട്ട് വർഷങ്ങളായി, പതിറ്റാണ്ടുകളായി. ആ പള്ളിയിൽ വരുന്ന ഓരോ മനുഷ്യന്റെ സുജൂദിനും, ഓരോ മനുഷ്യന്റെ റുക്കൂഇനും, ഓരോ മനുഷ്യന്റെ നമസ്കാരത്തിനും, ഓരോ മനുഷ്യന്റെ ദുആക്കും, അള്ളാഹുവിനെ അനുസ്മരിക്കപ്പെടുന്ന ഓരോ ദിക്റുകൾക്കും ആ പള്ളിയെടുത്ത മനുഷ്യന് അള്ളാഹുവിന്റെ അടുക്കൽ അവന് പ്രതിഫലം ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ ഔ ഇൽമിൻ യുൻതഫഉ ബിഹി, ജനങ്ങൾ ഉപകാരപ്പെടുന്ന വിജ്ഞാനം. ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി, ആ മഹാപണ്ഡിതൻ, അദ്ദേഹം വിജ്ഞാനത്തിന് വേണ്ടി വലിയ സേവനങ്ങൾ അനുഷ്ഠിച്ചിട്ടുള്ള ആളാണ്. എത്രയോ ഗ്രന്ഥങ്ങൾ ഇമാം നബവി, രണ്ടാം ഷാഫിഈ എന്നറിയപ്പെടുന്ന ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി എത്രയെത്ര ഇസ്ലാമിക ഗ്രന്ഥങ്ങളാണ് അദ്ദേഹം രചിച്ചു വെച്ചത്. വളരെ ചെറിയ പ്രായത്തിൽ അദ്ദേഹം മരണപ്പെട്ടു പോയിട്ടുണ്ട്. എന്നിട്ട് പോലും അദ്ദേഹത്തിൻ്റെ പേരിൽ നിരവധി ഗ്രന്ഥങ്ങൾ നമ്മളിന്ന് വായിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിനൊക്കെ അവർക്ക് മരണാനന്തര ജീവിതത്തിൽ പ്രതിഫലം കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഔ വലദിൻ സാലിഹിൻ യദ്ഉ ലഹു, അതുപോലെ തന്നെ മരിച്ചാൽ മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യുന്ന മക്കൾ, അതും ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. സഹോദരന്മാരെ, എപ്പോഴും എല്ലാ നിമിഷങ്ങളിലും എല്ലാ സമയങ്ങളിലും നമുക്ക് ഓർമ്മയുണ്ടാകേണ്ട രണ്ടാളുകളാണ് നമ്മുടെ ഉമ്മയും ബാപ്പയും. അവർ ജീവിച്ചിരിക്കുകയാണെങ്കിലും മരണപ്പെട്ടതാണെങ്കിലും അതിൽ വ്യത്യാസമില്ല. ജീവിച്ചിരിക്കുമ്പോൾ അവർക്ക് നമ്മൾ ആഫിയത്തിന് വേണ്ടി പടച്ചവനോട് ചോദിക്കണം, ആരോഗ്യത്തിന് വേണ്ടി അള്ളാഹിനോട് ദുആ ചെയ്യണം. മരണപ്പെട്ടതിന് ശേഷമാണെങ്കിൽ നമ്മളെ റബ്ബി റഹംഹുമാ കമാ റബ്ബയാനി സഗീറ, ആ ചെറുപ്പകാലത്ത് എത്ര ഭക്ഷണം തന്ന് ചികിത്സിച്ച് ആ എല്ലാവിധത്തിലുള്ള പരിപോഷണങ്ങൾ നൽകി, അറിവ് നൽകി, വിദ്യാഭ്യാസം നൽകി, എല്ലാ നിലക്കുള്ള കഷ്ടപ്പെട്ട് ആ ചെറുപ്പകാലത്ത് വളർത്തിയതിൻ്റെ പകരമായി പടച്ചവനെ അവർക്ക് നീ റഹ്മത്ത് ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കണം. റബ്ബി ഉഫ്ർലി വലി വാലിദയ്യ, എനിക്കും എൻ്റെ മാതാപിതാക്കൾക്കും നീ പൊറുത്തു തരണമേ എന്ന് പ്രാർത്ഥിക്കണം. ഇങ്ങനെ ഈ 3 കാര്യങ്ങൾ ഒരു മനുഷ്യൻ മരണപ്പെട്ടു പോയാലും അയാളുടെ സൽക്കർമ്മങ്ങളായി പിന്നീടും രേഖപ്പെടുത്തപ്പെട്ടുകൊണ്ടേയിരിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതിലൊന്ന് ഇൽമാണ്. അതുപോലെ തന്നെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ധരിക്കുന്ന മറ്റൊരു ഹദീസിൽ, മൻ സലക തരീഖൻ യൽതമിസു ഫീഹി ഇൽമൻ സഖലല്ലാഹു ലഹു ബിഹി തരീഖൻ ഇലൽ ജന്ന, അറിവ് സമ്പാദിക്കുന്ന ഒരു മാർഗം, വലിയ പണം കിട്ടേണ്ടോ പണം സമ്പാദിക്കുന്ന മാർഗങ്ങളൊന്നുമല്ല. അറിവ് കിട്ടാനുള്ള ഒരു വഴി തേടിപ്പിടിച്ചു, അത് ഇന്ന സ്ഥലത്ത് അറിവ് പകർന്നു കൊടുക്കുന്ന ഒരു മഹാപണ്ഡിതനുണ്ട് എന്ന് മനസ്സിലാക്കി, കുറച്ച് ദൂരെയാണെങ്കിലും കഷ്ടപ്പെട്ടുകൊണ്ട് അയാൾക്കുള്ള വഴികൾ അന്വേഷിച്ചു. അങ്ങോട്ട് വാഹനങ്ങളിലാവട്ടെ കാൽനടയാകട്ടെ ഏത് നിലക്കും ആ പണ്ഡിതൻ്റെ അടുക്കലേക്ക് അയാൾ പോകാൻ വേണ്ടി അയാൾ പ്രവേശിക്കുന്ന ഓരോ വഴികളും, ആ അറിവ് തേടി അയാൾ പോകുന്ന ഓരോ മാർഗങ്ങളും അത് സ്വർഗത്തിലേക്കുള്ള മാർഗമാണ് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അത് അവന് സ്വർഗത്തിൽ കടക്കാൻ എളുപ്പമുണ്ടാക്കും. ഒരു സഹോദരന്മാരെ, ഒരറിവിനെയും നമ്മൾ നിസ്സാരമാക്കി കരുതണ്ട. പ്രത്യേകിച്ച് ദീനിയായ അറിവ് അത് കഴിയുന്നത്ര കിട്ടുന്ന മാർഗങ്ങളിൽ ക്ലാസ്സുകളിൽ പങ്കെടുക്കണം, അതുപോലെ തന്നെ പ്രസംഗങ്ങൾ കേൾക്കണം, പ്രഭാഷണങ്ങൾ കേൾക്കണം. നമ്മുടെ മൊബൈലുകളിൽ അനാവശ്യങ്ങൾക്കല്ല അത് ഉപയോഗിക്കേണ്ടത്. അതിൽ ഒരുപാട് ക്ലാസ്സുകൾ വരുന്നുണ്ട്, ഒരുപാട് ചെറിയ ക്ലിപ്പുകൾ വരുന്നുണ്ട്. തൗഹീദിനെ കുറിച്ച്, മരണാനന്തര ജീവിതത്തെക്കുറിച്ച്, പ്രവാചകനെക്കുറിച്ച്, സഹാബത്തിനെക്കുറിച്ച്, അങ്ങനെ നിരവധി നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് ജ്ഞാനങ്ങൾ. 1 മിനിറ്റ് ടോക്ക് അത് വരുന്നുണ്ട്, എല്ലാ ദിവസവും വരുന്നുണ്ട്. 1 മിനിറ്റ് കൊണ്ടൊരു കാര്യം, പ്രധാനമായ അഖീദയുമായി ബന്ധപ്പെട്ടതോ പരലോകവുമായി ബന്ധപ്പെട്ടതോ സ്വഭാവവുമായി ബന്ധപ്പെട്ടതോ സാമ്പത്തിക പരിശുദ്ധിയെക്കുറിച്ച് ബന്ധപ്പെട്ടതോ 1 മിനിറ്റ്. സഹോദരന്മാരെ, അതൊക്കെ നമ്മൾ കേൾക്കണം. ഒന്നും നമുക്ക് മിസ്സായി പോകാൻ പാടില്ല. അത് കേട്ട് അത് മനസ്സിലാക്കി അതുകൊണ്ട് നമുക്ക് വിജ്ഞാനം സമ്പാദിക്കാൻ സാധിക്കണം. അതുകൊണ്ട് തന്നെ ഉലമാക്കന്മാർക്ക് ഉന്നതമായ പദവിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വെക്കുന്നത്. ഇർഫഇല്ലാഹു ലദീന ആമനു മിൻകും വല്ലദീന ഊതുൽ ഇൽമ ദറജാത്ത് വല്ലാഹു ബിമാ തഅമലൂന ഖബീർ. സൂറത്ത് മുജാദലയുടെ 11-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളെയും അറിവ് നൽകപ്പെട്ടവരെയും അവൻ ഉന്നതിയിലേക്ക് ഉയർത്തും. മാത്രമല്ല വല്ലദീന ഊതുൽ ഇൽമ ദറജാത്ത് വല്ലാഹു ബിമാ തഅമലൂന ഖബീർ, നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെക്കുറിച്ച് അല്ലാഹു ഏറ്റവും അറിയുന്നവനാണ്. നമ്മൾ പല മഹാന്മാരായ പണ്ഡിതന്മാരെ മരണപ്പെട്ടു പോയി. ഇപ്പോഴും സമൂഹം അവരെ ഓർക്കുന്നു, ഇപ്പോഴും അവർക്ക് വേണ്ടി ആളുകൾ പ്രാർത്ഥിക്കുന്നു, ഇപ്പോഴും അവരുടെ മഹത്വം വളരെ ഉയർന്നയിലാണ്. നമ്മളെക്കാളൊക്കെ എത്രയോ വലിയ നിലവാരത്തിലാണ് അവർ നിലകൊള്ളുന്നത്. അവർ ഖബറിലാണെങ്കിലും ബർസഖിയായ ലോകത്താണെങ്കിലും അവരുടെ സേവനങ്ങൾ ഇന്നും ജനം വിലമതിക്കുന്നു. അതുകൊണ്ട് തന്നെ മനുഷ്യർക്ക് ആവശ്യമായ ഇൽമ് എന്ന് പറയുന്നത് ഒരു ശക്തിയാണ്. നിങ്ങൾക്കറിയാം, അല്ലാഹുവിന്റെ മാർഗത്തിൽ കുഫാറുകളോടും അവിശ്വാസികളോടും ഇസ്ലാമിനെതിരെ യുദ്ധം ചെയ്യാൻ വരുന്ന പ്രതിയോഗികളോടും
ആയുധമെടുത്തുകൊണ്ടുള്ള ജിഹാദ് വലിയ പ്രാധാന്യമുള്ളതാണ്. ആയുധമെടുത്തുകൊണ്ടുള്ള ജിഹാദിനോളം തന്നെ പ്രാധാന്യമുള്ളതാണ് ജിഹാദും ബിൽ ഇൽമ് കൊണ്ടുള്ള ജിഹാദ്. വജാഹിദുഹും ബിഹി ജിഹാദൻ കബീറ. അവരോട് നീ ജിഹാദ് ചെയ്യണം. എന്തുകൊണ്ട്? വിശുദ്ധ ഖുർആന്റെ വചനങ്ങൾ കൊണ്ട്. അതിൻ്റെ ഓരോ കൽപ്പനകളും ഓരോ വിരോധനങ്ങളും ഓരോ ശരിയായ കാര്യങ്ങളും എടുത്ത് അതുകൊണ്ട് നീ അവരോട് ശരിയായതിലേക്ക് പടവെട്ടണം എന്ന് വിശുദ്ധ ഖുർആൻ തന്നെ നമ്മോട് ആജ്ഞാപിക്കുകയാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, അപ്പോൾ ഏത് അർത്ഥത്തിലും അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കാനും അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് ജനങ്ങളെ അടുപ്പിക്കാനും ജനങ്ങളുടെ എല്ലാവിധത്തിലുള്ള ജീവിതത്തിലും സംസ്കരണം ഉണ്ടാക്കാനും അറിവ് സമ്പാദനം വളരെ അനിവാര്യമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പല രൂപത്തിലുള്ള അറിവുകളുമുണ്ട്. പല വിജ്ഞാനങ്ങളിലും പ്രവാചകന്മാർ തന്നെ മുൻപന്തിയിലായിരുന്നു. ചരിത്രം പറയുന്നത് നമ്മുടെ ഒന്നാമത്തെ പിതാവായ ആദം നബി അലൈഹി ഇസ്ലാം ഒരു ഹറാസായിരുന്നു, കർഷകനായിരുന്നു. അതേപ്രകാരം ദാവൂദ് നബി അലൈഹി ഇസ്ലാമിന് ഏറ്റവും നല്ല പടയങ്കി ഉണ്ടാക്കാനുള്ള കഴിവുണ്ടായിരുന്നു. ലുഖ്മാൻ അലൈഹി സ്വലാത്തു വസ്സലാമിന് അദ്ദേഹം ഖയ്യാത്ത്, ഒരു നല്ല ടൈലറായിരുന്നു. അതേപ്രകാരം തന്നെ നമ്മുടെ നോഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹം വലിയ നജ്ജാർ, വലിയ ആശാരി അല്ലെങ്കിൽ മരപ്പണിക്കാരനായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഓരോരുത്തർക്കും ഓരോ വൈദഗ്ധ്യമുണ്ട്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആണെങ്കിൽ ആട്ടിടയൻ്റെ ജോലി ചെയ്തുകൊണ്ടാണ് ജീവിച്ചത് എന്ന് ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഈ രൂപത്തിലുള്ള എല്ലാ തരത്തിലുള്ള മറ്റ് അറിവുകളോടൊപ്പം തന്നെ അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ള ജ്ഞാനം കിട്ടി. അത് മുഖേന അവർ ജീവിതത്തെ സംസ്കരിച്ചു. അതുകൊണ്ട് സഹോദരന്മാരെ, അറിവ് സമ്പാദിക്കുക, അത് നമുക്ക് പ്രയോജനം ചെയ്യും. അങ്ങനെയുള്ള സത്യവിശ്വാസികളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم صل وسلم وبارك على عبدك ورسولك محمد وعلى آله وصحبه والذين اتبعوهم بإحسان إلى يوم الدين. أما بعد أيها الإخوان أوصيكم ثانيا بتقوى الله. സഹോദരന്മാരെ, സഹോദരികളെ, ഒന്നുകൂടി അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് എന്നോടും നിങ്ങളോട് ഞാൻ ഉണർത്തുകയാണ്. മാത്രമല്ല, അറിവ് തേടുന്ന ഒരു താലിബുൽ ഇൽമിന്, ഒരു വിദ്യാർത്ഥിക്ക് ലഭിക്കുന്ന മഹത്തായ അനുഗ്രഹത്തെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്താണ്? അന്നൽ മലായിക ലതളഉ അജ്നിഹതഹാ ലി താലിബിൽ ഇൽം. വിജ്ഞാനം തേടുന്ന, അറിവ് തേടുന്ന ഒരാൾക്ക് മലക്കുകൾ അവരുടെ ചിറക് താഴ്ത്തി കൊടുക്കും. അഥവാ അവരുടെ മേൽ ആശീർവാദവും അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ ഉണ്ടാവാൻ വേണ്ടി അവർ പ്രാർത്ഥിക്കും. അതോടൊപ്പം വിനയത്തിൻ്റെ ചിറക് അവർക്ക് താഴ്ത്തി കൊടുക്കും. മാത്രമല്ല, റിളൻ ബിമാ യസ്ന, ഈ അറിവ് തേടുന്ന വ്യക്തി അതിനായി സമയം ചെലവാക്കുന്ന, അതിനായി അധ്വാനിക്കുന്നതിനോടുള്ള പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ടാണ് മലക്കുകൾ പോലും അതിനക്ക് അവനെ അനുഗ്രഹം കൊണ്ട് മൂടുന്നത്. മാത്രമല്ല, അന്നൽ ആലിം, അറിവുള്ളവൻ ലയസ്തഗ്ഫിർ ലഹു മൻ ഫിസ് സമാവാത്, ആകാശത്തിലുള്ള മുഴുവൻ പടപ്പുകളും ആ ആലിമിന് വേണ്ടി പൊറുക്കലിന് തേടിക്കൊണ്ടിരിക്കും. വമൻ ഫിൽ അർളി, ഭൂമിയിലുള്ള മുഴുവൻ ആളുകളും, അള്ളാഹുവിൻ്റെ സൃഷ്ടികൾ, മനുഷ്യർ മാത്രമല്ല ഒരുപാട് സൃഷ്ടികളുണ്ടല്ലോ, അവരൊക്കെ ഈ ആലിമിന് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്തിക്കൊണ്ടിരിക്കും. ഹത്തൽ ഹീതാനു ഫിൽ മാഇ, വെള്ളത്തിൽ ജീവിക്കുന്ന മത്സ്യങ്ങൾ വരെ ആലിമിന് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്തും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ഫദ്ലുൽ ആലിമി അലൽ ആബിദ്, ധാരാളം ദിക്റുകളും ദുആകളും പ്രാർത്ഥനകളും ആരാധനകളുമായി കഴിഞ്ഞുകൂടുന്ന ഒരു ഉപാസകൻ, ആരാധിക്കുന്നവൻ, ആ ആരാധിക്കുന്നവനേക്കാൾ അറിവുള്ള ഒരു ആലിമിന്റെ പ്രാധാന്യം കഫദ്ലിൽ ഖമരി അലാ സായിരിൽ കവാകിബ്, ചന്ദ്രന്റെ പൂർണ്ണ നിലാവിൽ കത്തിജ്വലിച്ചു നിൽക്കുന്ന ചന്ദ്രനും മറ്റ് നക്ഷത്രങ്ങളും തമ്മിൽ താരതമ്യപ്പെടുത്തുമ്പോൾ വെളിച്ചത്തിൽ ചന്ദ്രൻ എത്ര മികച്ചതാണ്, എത്ര നല്ല വെളിച്ചം നൽകുന്നതാണ്, അതിൻ്റെ പോലെയുള്ള വ്യത്യാസം ആലിമും ആബിദും തമ്മിലുണ്ട് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. മൻ അഖദഹു ബിഹദ്ദിൻ വാഫിർ. അതുകൊണ്ട് സഹോദരന്മാരെ, ആരെങ്കിലും ഈ അറിവ് സമ്പാദിച്ചാൽ അവൻ ഒരു വലിയ സൗഭാഗ്യമാണ് നേടിയിട്ടുള്ളത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുന്നു. അതുകൊണ്ട് തന്നെ അറിവ് സമ്പാദിക്കൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം തലബുൽ ഇൽമി ഫരീളത്തുൻ അലാ കുല്ലി മുസ്ലിമിൻ, ഓരോ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളവും ഫരീള എന്നാ പറഞ്ഞത്, ഫർളാണ്.
അങ്ങനെ ക്ലാസ്സുകളൊക്കെ കാണുമ്പോൾ തിരിഞ്ഞാണ്ട് പോകാനല്ല, അതിലൊന്ന് കയറിയിരുന്ന് എന്താണ് അതിൽ പറയുന്ന കാര്യങ്ങൾ, എന്താണ് അതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത് എന്നൊക്കെ നമ്മൾ ചോദിച്ച് പഠിച്ച് മനസ്സിലാക്കി അതിന് സമയം ചെലവാക്കണം സഹോദരന്മാരെ. നമ്മൾ ജോലിയെടുക്കുന്നത് പോലെ, ഉപജീവനം നടത്തുന്നത് പോലെ, മറ്റ് അധ്വാനങ്ങൾ നടത്തുന്നത് പോലെ നമ്മുടെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു അധ്വാനമായിരിക്കണം അറിവ് സമ്പാദനം. അതിന് പല വഴികളുമുണ്ട്. ആ ശരിയായ എല്ലാ മാർഗങ്ങളും അതിനുവേണ്ടി ഉപയോഗിക്കണം. കാരണം അല്ലെങ്കിൽ സമൂഹത്തിൽ വരാൻ പോകുന്ന അപകടം എന്താണ്? അറിവ് ലോകത്തു നിന്ന് ഉയർത്തപ്പെട്ടു പോകും. അറിവില്ലാത്ത മനുഷ്യന്മാർ, ജാഹിലീങ്ങൾ സർവത്ര, അറിവുള്ളവർ വളരെ ദുർലഭം. അവർ തന്നെ ഇന്നല്ലെങ്കിൽ നാളെ അവർ മരിച്ചു പോകും. എന്നാൽ വലിയ വിജ്ഞാനത്തിൻ്റെ കേദാരമായിരുന്ന, അതിൻ്റെ കൂമ്പാരമായിരുന്ന ഈ മഹാപണ്ഡിതന്മാർ മരണപ്പെട്ടു പോകുമ്പോൾ അവർക്ക് പകരം അതുപോലെ ഒരു മഹാപണ്ഡിതൻ വേറെ വരുന്നില്ല. അത് നമുക്കൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന എത്ര പണ്ഡിതന്മാരാണ്, എത്ര വലിയ വലിയ വിജ്ഞാനത്തിൻ്റെ ശേഖരങ്ങൾ കൈവശമുണ്ടായിരുന്ന മഹാന്മാരാണ് മരണപ്പെട്ടു പോയത്. പകരം ആരെങ്കിലും അതുപോലെ കഴിവും അറിവും ദർജയുമുള്ള പണ്ഡിതന്മാർ പിന്നെ വന്നോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇന്നല്ലാഹ ലാ യഖ്ബലുൽ ഇൽമ ഇന്തിസാഅൻ. അല്ലാഹു അറിവ് ഊരിയെടുക്കുകയല്ല ചെയ്യുന്നത്, യൻതസിഉഹു മിനൽ ഇബാദ്. മനുഷ്യരുടെ ഹൃദയത്തിലുള്ള വിജ്ഞാനങ്ങളെ അല്ലാഹു ഊരിയെടുക്കുകയല്ല ചെയ്യുന്നത്. വലാകിൻ യഖ്ബലുൽ ഇൽമ ബിഖബ്ലിൽ ഉലമാ. ലോകത്ത് നിന്ന് അറിവ് നിഷ്കാസനം ചെയ്യപ്പെടുന്നത് എങ്ങനെയാണ്? അത് നഷ്ടപ്പെട്ടു പോകുന്നത് എങ്ങനെയാണ്? ഉലമാക്കന്മാരെ അല്ലാഹു മരിപ്പിക്കുമ്പോൾ അവരോടൊപ്പം ഇൽമും പോകും, അവരോടൊപ്പം അറിവും പോകും. ഹത്താ ഇദാ ലം യബ്ഖ ആലിമൻ. അങ്ങനെ ഒരു സ്ഥലത്തും പടച്ചവനെ പേടിയുള്ള, അറിവുള്ള, വിജ്ഞാനമുള്ള ഒരു പണ്ഡിതനും ബാക്കിയാകാതെ നിൽക്കുമ്പോൾ ഇത്തഖദൻ നാസു റൂസൻ. ചില ആൾക്കാരെയൊക്കെ നേതാക്കന്മാരും പണ്ഡിതന്മാരുമായി ആളുകൾ ഇങ്ങനെ സ്വീകരിക്കും. അങ്ങനെ ഫുസുഇലു ഫഅഫ്തു. അവരോട് ചോദിക്കേണ്ട താമസം, ചോദ്യമാണ് കേൾക്കുന്നതിന് മുമ്പ് ഫത്വ കൊണ്ട് വരലായി. എന്താണ് അയാളുടെ വിഷയം? എന്താണ് അതിൽ ഇസ്ലാമിൻ്റെ വിധി? എന്താണ് അതിൽ പണ്ഡിതന്മാർ പറഞ്ഞത്? പൂർവികന്മാരായ ആളുകൾ ആ വിഷയത്തിൽ എന്ത് നിലപാടാണ് സ്വീകരിച്ചത്? ഇതൊക്കെ പരിശോധിച്ച് വളരെ സമയമെടുത്ത് വളരെ ഉത്തരവാദിത്വത്തോടു കൂടി അമാനത്തോടു കൂടി നിർവഹിക്കേണ്ട കാര്യമാണ് ഫത്വ കൊടുക്കുക എന്നുള്ള പണി. ഏതെങ്കിലും മതപരമായ വിഷയങ്ങളിൽ വിശദീകരണം കൊടുക്കുക എന്നുള്ളതാണ് ഫത്വ കൊടുക്കുക എന്ന് പറഞ്ഞാൽ. പക്ഷേ ഇവരോട് ചോദിക്കേണ്ട താമസം ഫത്വയോട് റെഡിയാണ്, ഏത് ഫത്വ വെച്ചാൽ എടുത്തുകൊണ്ട് തരും. അങ്ങനെയുള്ള വിവരം കെട്ട ആളുകൾ വരും. മാത്രമല്ല ഫളല്ലു വഅളല്ലു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇത്തരം കൊള്ളരുതാത്ത ഫത്വകൾ കൊടുക്കുന്നതോടുകൂടി അവരും വഴിതെറ്റി, ആ ഫത്വകൾ അവരിൽ നിന്ന് വാങ്ങിക്കൊണ്ടുപോയ മനുഷ്യന്മാരും വഴിതെറ്റി പോകുന്നു. സഹോദരന്മാരെ, ഇത് ഗൗരവമുള്ള കാര്യമാണ്. അതുകൊണ്ട് നമുക്കിടയിൽ പണ്ഡിതന്മാരുണ്ടാകണം, നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കണം, ദീനീ വിദ്യാഭ്യാസം അവർക്ക് കൊടുക്കണം. ധാരാളമായി അറിവുള്ള ആളുകൾ നമ്മുടെ വലവും ഇടവും വേണം. അവിടെ പിശാചിന് പണി കുറയും. ജാഹിലികൾക്കിടയിൽ വളരെയധികം പണിയെടുക്കാൻ പിശാചിന് സാധിക്കും. പക്ഷെ അറിവുള്ള മനുഷ്യന്മാർ അതിനെ പ്രതിരോധിക്കും. ജനങ്ങൾക്ക് നല്ല കാര്യങ്ങൾ അവർ ഉപദേശിച്ചു കൊടുക്കും. അപ്പോൾ പിശാചിനെ അവരെ സ്വാധീനിക്കാൻ സാധ്യമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അറിവ് പഠിക്കാനും അത് വളർത്താനും അത് കാത്തു സൂക്ഷിക്കാനും അത് പരിപോഷിപ്പിക്കാനും അതിന് അനുയോജ്യമായ സ്ഥാപനങ്ങൾ സ്ഥാപിക്കാനുമൊക്കെ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. റബ്ബനാ ഇഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ. റബ്ബനാ സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഗറാമാ ഇന്നഹാ സഅത് മുസ്തഖറൻ വമുഖാമാ. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والاحياء منهم والاموات انك مجيب الدعوات يا قاضي الحاجات. اللهم اجعل جمعنا هذا جمعا مرحوما واجعل تفرقنا من بعده تفرقا معصوما. اللهم لا تجعل فينا ولا معنا شقيا ولا محروما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وآخر دعوانا أن الحمد لله رب العالمين. اللهم صل وسلم وبارك على عبدك ورسولك محمد وعلى آله وصحبه أجمعين.